ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. പെഡിക്യൂറിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി നമ്മുടെ ഈ സ്ഥാപനത്തിൽ കുട്ടികൾക്കായിട്ടുള്ള പെഡിക്യൂറിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു കൊടുക്കുന്നതിന്റെ വീഡിയോ ആണ്. ആദ്യമായിട്ട് നമ്മൾ പെഡിക്യൂർ എന്താണെന്ന് നോക്കാം. പെഡിക്യൂർ നമ്മളുടെ കാലിനും നെയിലിനും ഒക്കെ കൊടുക്കുന്ന ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടിരിക്കാനായിട്ടും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനായിട്ടും നല്ല നറിഷ് ആയിട്ട് വെക്കാൻ വേണ്ടിയും നമ്മുടെ മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പെഡിക്യൂർ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. 2 സ്റ്റൂൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്ലയൻസിന്റെ ചെയർ വേണം, കോസ്മെറ്റിക് ട്രേ വേണം, 2 വലിയ ബേസിൻ വേണം, കണ്ടെയ്നർ വേണം. നമുക്കത് കോട്ടൺ ഒക്കെ ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെക്കേണ്ടതുണ്ട്. അതായത് നെയിൽ കട്ടർ, നെയിൽ ഫൈലർ, ക്യൂട്ടിക്കൽ കട്ടർ, ക്യൂട്ടിക്കൽ പുഷർ, നെയിൽ ബ്രഷ്, ഓറഞ്ച് സ്റ്റിക്ക്, ഹ്യൂമിക് സ്റ്റോൺ, ഫുഡ് സ്കാപ്പർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെക്കേണ്ടതുണ്ട്. കുറച്ച് മെറ്റീരിയൽസും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ആദ്യമായിട്ട് ആസെറ്റോൺ, ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ, ലൂക്ക് വാം വാട്ടർ, ആന്റിസെപ്റ്റിക് ലോഷൻ, ഓയിൽ അല്ലെങ്കിൽ ക്രീം, നെയിൽ പോളിഷ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനെ നമുക്ക് 1-2 നല്ല ടർക്കികളും ആവശ്യമുണ്ട്. ആദ്യമായിട്ട് ഒരു ക്ലയന്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മളൊരു നല്ല കൺസൾട്ടേഷന് ശേഷമാണ് പെഡിക്യൂർ ആരംഭിക്കുന്നത്. കൺസൾട്ടേഷനിൽ അവരുടെ പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ തിരിച്ചറിയുകയും ബ്രൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടുപോവുകയും അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലം അനുസരിച്ചിട്ട് അത് ക്രമീകരിക്കുകയും വേണം. ആദ്യമായിട്ട് ക്ലയന്റിന്റെ നഖത്തിലുള്ള നെയിൽ പോളിഷ് ആസിഡിൻ ഉപയോഗിച്ച് നമ്മളത് നീക്കം ചെയ്യണം. ആദ്യം അസറ്റോൺ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ നമ്മളത് നീക്കം ചെയ്ത് കളയണം. നെയിൽ പോളിഷ് നീക്കം ചെയ്തതിന് ശേഷം അവരോട് ചോദിച്ചിട്ട് അവരുടെ താല്പര്യപ്രകാരം അവരുടെ നെയിൽ വേണ്ടുന്ന അളവിലും വൃത്തിയിലും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫൈലർ ഉപയോഗിച്ചതിനെ ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ കാലിന്റെ കോർണറിൽ സൈഡിലൊക്കെ ഉള്ള ഡെഡ് സ്കിൻസ് ഒക്കെ നന്നായിട്ട് നീക്കം ചെയ്തെടുക്കുകയും വേണം. അതിനുശേഷം നമ്മൾ ക്യൂട്ടിക്കിൾ ക്രീം അപ്ലൈ ചെയ്യും. ക്യൂട്ടിക്കിൾ ക്രീം അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ നല്ല മെൽറ്റ് ആയി കിട്ടാനായിട്ട് അതൊരു ഈസി ആയിട്ട് നമുക്ക് ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസ് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ക്യൂട്ടിക്കിൾസ് കുറച്ച് ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിവുണ്ടാകാനായിട്ടും വേദന ഉണ്ടാകാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഉപ്പൂറ്റിയില് വിണ്ടു കീറുന്ന പ്രോബ്ലം ഉള്ളവർക്ക്, അതുപോലെ കാലിനടിയിൽ തയമ്പ് വരുന്നവർക്ക്, അതുപോലെ ഡ്രൈ സ്കിൻ കൊണ്ട് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ ക്രാക്ക്ഡ് ഹീൽസിന്റെ പ്രോബ്ലം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് വഴി നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 10 മിനിറ്റോളം നമ്മൾ കാല് വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് നല്ലതായിട്ട് മെൽറ്റ് ആവാനായിട്ടും അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ വർക്ക് കൊണ്ടുപോകാനായിട്ടും ഡെഡ് സെൽസ് ഈസി ആയിട്ട് നീക്കം ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പൊ ഈ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പെഡിക്യൂർ സോൾട്ട് വേണം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു അല്പം ഷാമ്പു ഇടണം. ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കാല് മുക്കി വെക്കുന്നത്. ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെ മുക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനായിട്ടും കാലിന്റെ വർക്ക് വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റോളം കാലിന് മസാജിങ് കൊടുക്കും. 5 മിനിറ്റ് തൊട്ട് പെഡിക്യൂറിന്റെ രീതി അനുസരിച്ചിട്ട് 15 മിനിറ്റ് വരെയുള്ള മസാജിങ് ആണ് നമ്മൾ ക്രമീകരിക്കുന്നത്. പെഡിക്യൂറിന്റെ ഈ മസാജിങ് വഴി നമുക്ക് നംനെസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് പെഡിക്യൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രാക്ക്ഡ് ഹീൽസിന്റെ പ്രോബ്ലം ഉള്ളവര്, അതുപോലെ തന്നെ വേരിക്കോസ് വെയിന്റെ പ്രോബ്ലം ഉള്ളവര്, ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള മുട്ടിന് വേദന, നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി വളരെ നല്ലൊരു റിലാക്സേഷൻ ലഭിക്കുന്നതും ഈ പ്രോബ്ലത്തിനൊക്കെ വളരെ നല്ല ഒരു കുറവ് ലഭിക്കുന്നതുമാണ്.
ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് പെഡിക്യൂറിന്റെ മസാജിങ് കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തു, അതിനുശേഷം നമ്മളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്ത്, കുറച്ചുകൂടെ ഹാർഡ് സ്ക്രബ്ബറാണ് ഫേസിനെ അപേക്ഷിച്ച് ലെഗിനുള്ളത്. സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഡെഡ് സെൽസ് എല്ലാം ഈസി ആയിട്ട് നീക്കം ചെയ്യുന്നു. അതിനുശേഷമാണ് മസാജിങ് ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത്. നല്ല സുഖമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ. നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതും ബോഡിയും മൈൻഡും ഒരുപോലെ റിലാക്സ് കിട്ടുന്ന നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മുട്ടിനുണ്ടാവുന്ന വേദന, നീർക്കെട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഒരുപാട് നേരം കുറേ അധിക സമയം നിന്നുള്ള ജോലികൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരേപോലെ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഇങ്ങനെ പെഡിക്യൂറിന്റെ റിലാക്സേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന വഴി വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിലൊരു സുഖം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ കോസ്മെറ്റോളജിയുടെ പലതരം കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളും മെഷീനറീസും ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടിക്കൽ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലേക്കുള്ള അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻസും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നെയിൽ ആർട്ട് കോഴ്സുകൾ, അതുപോലെ മേക്കപ്പിന്റെ കോഴ്സുകൾ, ഹെയർ കട്ടിംഗ് കോഴ്സുകൾ, മൈക്രോ ബ്ലേഡിംഗ് പോലെയുള്ള മറ്റു പല ഇതിൻ്റെയും കോഴ്സുകളും നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലോ നേരിട്ടോ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ആറുമാസം, 1 ഇയർ, 3 months അങ്ങനെയുള്ള പലതരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത്. പെഡിക്യൂറിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ബ്രഷ് എടുത്ത് നെയിലിൻ്റെ ഭാഗം ഒന്നും കൂടി ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. അതിനുശേഷം നന്നായി ടവൽ ഉപയോഗിച്ച് തുടച്ചിട്ട് നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീമും സൺ പ്രൊട്ടക്ഷനും ഇട്ടിട്ടാണ് നമ്മൾ ക്ലയൻറ്റിനെ പറഞ്ഞയക്കുന്നത്. നമ്മൾ ഫേസിന് കൊടുക്കുന്ന അതേ കെയറിങ് തന്നെയാണ് കാലിനും കൊടുക്കുന്നത്. അത്രയും ആവശ്യമുണ്ട് താനും. പാദത്തിൽ ടാൻ വീഴാതെ നമ്മൾ പ്രത്യേകം സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു. ഹലോ, എന്തോ അടക്ക് കഴിഞ്ഞോ? അല്ല, തങ്കച്ചൻ്റെ അടക്കിൻ്റെ സമയമായോ? അതിനാ അല്ല, ഞാൻ ഉറങ്ങാൻ കിടന്നായിരുന്നു, അതുകൊണ്ടാണ്.